അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ അങ്ങനെ ഞാനും ഒഫീഷ്യലായിട്ട് എവിടെ കയറിയിരിക്കുകയാണ്, ജാസ്മിൻ ആർമിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. ആൻഡ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് താഴെ കമൻറ്റിലൂടെ പറയാനും കൂടെ ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ ആൻഡ് യു ആർ വാച്ചിങ് ആൻഡപ്പൻ ടോക്കീസ്. അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോകണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് ഇന്നാക്റ്റീവ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ട്രാവലിംഗ് ആയിരുന്നു. എൻ്റെ ഫാമിലി പാലക്കാടാണ്. അപ്പോൾ അവിടെ പോയി അവരെല്ലാം ഒന്ന് കണ്ട് അവരുടെ കൂടെയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടൊക്കെ അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, എനിക്ക് കുറേ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. പല കാര്യങ്ങളും ഇപ്പോൾ എനിക്കറിയാം. ഒലിവിയ ഡിസൈൻസും സായിയും വിവി ഹിയറും അതുപോലെ തന്നെ ഒരുപാട് റോബിൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കത്തിക്കേറിയിരുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളിൽ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എന്തായാലും എനിക്ക് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ, ഞാനിപ്പോൾ നേരത്തെ തംബ്നെയിലിൽ പറഞ്ഞതും ഇൻട്രോയിലൊക്കെ പറഞ്ഞതുമായിട്ടുള്ളൊരു വിഷയം കൂടെ തന്നെയാണ്. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യനാണെങ്കിൽ അവൻ്റെ സൈഡിൽ നിന്ന് സ്വാഭാവികമായിട്ടും തെറ്റുപറ്റും. നമ്മളെല്ലാം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. ഒരുപാട് നമ്മുടെ ഭാഗത്തു നിന്ന് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ എവിടെയാണ് നമ്മൾ ശരിക്കും ഒരു മനുഷ്യനാവുന്നത്, മൃഗങ്ങളിൽ നിന്നൊരു മാറ്റം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ തെറ്റിനെ മനസ്സിലാക്കി അതിനെ തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ തിരുത്തുക, ഞാൻ അക്സെപ്റ്റ് ചെയ്യുക, തിരുത്തുക എന്നൊക്കെ വരുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഞാൻ ജാസ്മിൻ ആർമിയിലേക്ക് കയറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവേ ബിഗ് ബോസിൻ്റെ സമയത്ത് ചെയ്തിട്ടുള്ള വീഡിയോസിൽ എല്ലാത്തിലും ജാസ്മിൻ അഗെൻസ്റ്റ് ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം എനിക്ക് ജാസ്മിൻ്റെ ഗെയിം സ്ട്രാറ്റജിയോടൊന്നും ഒരു ശതമാനം പോലും എനിക്ക് ചില വാക്കുകൾ പറയാൻ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കമൻറ്റുകളിൽ വന്ന് അത് ഞാനും മനുഷ്യനാണ് മാൻ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോയിട്ടുള്ളത്. പിന്നെ തിരുത്താനൊന്നും ഞാനും ശ്രമിച്ചിട്ടില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. അത് എൻ്റെ ഒരു ട്രേഡ് മാർക്ക് പോലെ തന്നെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. റേഡിയോയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു സംഭവമാണ്. എനിവേസ്, അതൊന്നും അല്ലല്ലോ വിഷയം. അപ്പോൾ ജാസ്മിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും, ഗെയിം പാറ്റേണും സംഭവങ്ങളും അതിലുപയോഗിച്ചിട്ടുള്ള അവരുടെ സ്റ്റൈലുണ്ടല്ലോ. അപ്പോൾ അതിനോടൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ യോജിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോസിലൊക്കെ പലപ്പോഴും ജാസ്മിൻ അഗെൻസ്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും. പക്ഷേ ഏകദേശം ഒരൊറ്റ വീഡിയോ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ജാസ്മിന് അനുകൂലമായിട്ട് ഇട്ടത്. അത് ഈ അഫ്സൽ വിഷയത്തിലുണ്ടായിരുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ അതിലും കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളും മിസ്ലീഡിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്തിട്ട്, പക്ഷെ അതൊക്കെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ എത്ര വീഡിയോ അതിന് മുമ്പ് ജാസ്മിൻ അഗെൻസ്റ്റ് ആയിട്ട് ഇട്ടാലും ഒറ്റ വീഡിയോ നമ്മൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്ടല്ലോ, അപ്പം നമ്മൾ ജാസ്മിൻ്റെ മൂട് താങ്ങിയായി. അങ്ങനെ ഒരു സൈബർ വിങ് തന്നെയുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും രീതിയിൽ ജാസ്മിനെ ഒന്ന് പൊക്കി പറയുകയോ നല്ലത് പറയുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കമൻറ്റ് ഒന്നും താറ്റിക്കൊല്ലുന്ന ടീമുകളുണ്ട്. ഞാനാണ് എല്ലാ കമൻറ്റും വായിക്കും കേട്ടോ. പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. കാരണം എനിക്കിതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ആൻഡ് കാരണം പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ അറിയാൻ പറ്റുമല്ലോ. ഞാൻ സോഷ്യൽ വർക്ക് പഠിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നുള്ള ഏറ്റവും വലിയ ബേസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളൊരു സോഷ്യൽ ആക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഭവങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ, നമുക്ക് സമൂഹത്തിൻ്റേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അഭിപ്രായങ്ങളും അറിയാൻ പറ്റണം. അല്ലാതെ ഒരു 2 പേരോടോ 3 പേരോടോ ചോദിച്ചിട്ട്, സർവേയിലാണെന്നുണ്ടെങ്കിലും ഇത്രയും പേരുടെ ഇപ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഇത്രയും ശതമാനം വെച്ചിട്ടാണല്ലോ നമ്മൾ എടുക്കുക. പക്ഷേ എന്നാൽ ഈ 2-3 പേരുടെ അഭിപ്രായം വെച്ച് മാത്രം പറ്റില്ല. അപ്പം എന്തായാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്താൽ അപ്പം നമ്മളെ താറ്റി പറയാനായിട്ട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അതായത് ജാസ്മിൻ്റെ സൗത്ത് സൈന പ്ലസിൽ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ, എനിക്ക് തോന്നുന്നു ആകെ ജാസ്മിൻ ആ ഇൻ്റർവ്യൂ മാത്രമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. സോ അതിൽ ജാസ്മിൻ കൊടുത്തതിൽ ഒരു പോർഷൻ മാത്രമാണ് ഞാനിവിടെ വെക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കതിൽ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരാതിരിക്കുക എന്തോന്നടേ അതൊക്കെ ഉണ്ടാവും. അതിനെ തിരുത്തുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് മാറുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് ആദ്യം കാണാം അല്ലേ. കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി വേറൊരു പയ്യനുമായിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തെറ്റ് തന്നെയാണ്.
അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നല്ല കേട്ടോ, ഒരു പയ്യനോട് ഇഷ്ടം തോന്നുന്നു, അതിന് ക്ലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ട്. പിന്നെ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ നിശ്ചയം ഒന്നും കഴിഞ്ഞിട്ടില്ല, മീൻസ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. എൻഗേജ്മെന്റ് എന്ന് പറയുന്ന സാധനമായിട്ടില്ല. പെണ്ണ് കാണലിന് വന്നിരുന്നു, നമ്മളൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് ഏതാന്ന് വെച്ചാൽ നമുക്കൊരു ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്യാം എന്നുള്ളത്. അല്ലാതെ ഒരു നിശ്ചയമോ ഒരു മോതിരം മാറൽ ചടങ്ങോ അങ്ങനൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മളത് പറഞ്ഞു വെച്ചിരുന്ന ഒരു പയ്യൻ ഇരിക്കെ തന്നെ നമുക്കൊരു ഷോയിൽ പോകുമ്പോൾ ഒരു പയ്യനോട് ഒരു ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. അത് സമൂഹത്തിന്റെ കണ്ടല്ല. ഇപ്പൊ ഞാനായിരുന്നു ഒരു തേർഡ് പേഴ്സൺ, ഞാനൊരു വേറൊരു പെൺകുട്ടിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ഇങ്ങനെ കാണുന്നെങ്കിൽ എന്റെ കണ്ണിലും ഉറപ്പായും ആ പെൺകുട്ടി തെറ്റുകാരി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയൊന്നും ഇല്ല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കാം. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഞാനത് ഗെയിമിന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ട് മെഴുകാമായിരുന്നു. പലയിടത്തും ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ 5 പാർട്ടുകളുണ്ട്, ഞാൻ ഓൾമോസ്റ്റ് 4 കണ്ടു കഴിഞ്ഞു ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ അതിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ജാസ്മിൻ പല സ്ഥലങ്ങളിലും ജാസ്മിനും റസ്മിനും അവരുടെ സൈഡുകളെയൊക്കെ മാക്സിമം വെള്ള പൂശാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പോർഷൻ, കാര്യം ഞാൻ എൻ്റെ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, ജാസ്മിൻ ചെയ്തതിൽ അഫ്സൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതിൽ ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്, നമ്മൾ ഒരാൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു, നമ്മുടെ വാക്കാലാണെന്നുണ്ടെങ്കിലും കൊടുത്തിട്ട് അതൊരു ഗെയിം ഷോയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അത് മാറ്റി ചെയ്യുമ്പോൾ അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് ഞാൻ പല വീഡിയോസിലും എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് റിയലൈസ് ചെയ്യാൻ പറ്റുകയും അത് അംഗീകരിക്കുകയും ചെയ്യുന്നതിലെ ഒരു നല്ലത് എനിക്ക് പറയണമെന്ന് തോന്നി. പിന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ആയാലും അഫ്സൽ ആയാലും ഇതിൽ റിലേറ്റ് ചെയ്ത് ബിഗ് ബോസ് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ ഈ ഞാൻ മുമ്പും ഇതിനെ റിലേറ്റ് ചെയ്ത് പോയവരുടെ അടുത്ത് നിന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിൻ എനിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്, വലിയ പരിചയങ്ങളൊന്നുമില്ല, ഞങ്ങൾ ആകെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. എവിടെ വെച്ചിട്ടാണ്, നമ്മൾ ന്യൂസ് 18-ൻ്റെ ഒരു പ്രോഗ്രാമിന്, ന്യൂസ് 18-ലാണോ ഏതൊരു ചാനലിൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ചാനലിൻ്റെ പ്രോഗ്രാമിന് പോയപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. അന്ന് സംസാരിച്ചിട്ടുണ്ട്, കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടുള്ളൂ, അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അന്ന് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ ഇടയിൽ വെച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വിവിയെ കോളിലാണ് സംസാരിച്ചത്, അഫ്സലുമായിട്ടും ഞാൻ കോളിലാണ് സംസാരിച്ചത്. ഇവരൊക്കെ സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള നല്ല ആൾക്കാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സാഹചര്യങ്ങളാണല്ലോ മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇതൊക്കെ സാഹചര്യങ്ങളിലൂടെ പോയതിൻ്റെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതൊരു ഗെയിം ഷോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ വാഴുകയുള്ളൂ, ബാക്കി എല്ലാവർക്കും നെഗറ്റീവായിരിക്കും. പിന്നെ ഭയങ്കര റെയർ ആയിട്ടുള്ള കുറച്ച് പേരെയൊക്കെ തന്നെ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. ഇപ്പോൾ മുമ്പത്തെ സീസണിലാണെങ്കിലും അഖിൽമാരാരുടെ കൂടെ നിന്നിട്ടുള്ള ഇപ്പോൾ വിഷ്ണു, സിജു ചേട്ടൻ, അവരെയൊക്കെ നമുക്ക് ഭയങ്കര നന്നായിട്ട് എടുക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിന്നവരെ എല്ലാവരെയും നമ്മൾ ഒരു വിധമൊക്കെ നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആ സീസണുകളിലുള്ളതൊക്കെ ഒരു ബെറ്റർ എന്ന് പറയുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അവരവരുടെ ദേഷ്യം ഒന്നും കീപ്പ് ചെയ്യാതെ എല്ലാം ചിൽ മൂഡിൽ വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ സീസണിൽ അങ്ങനെയല്ല, ഇപ്പോഴും ഉള്ളുക്കുള്ളേ അന്ത വാശിയെല്ലാം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെറ്റ് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി അതും വീഡിയോയിലൂടെ ഞാൻ പറയണം. കാരണം ഒരുപാട് കാര്യങ്ങളിൽ ജാസ്മിനെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. സോ അപ്പോൾ ജാസ്മിൻ ഒരു നല്ലത് ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ ജാസ്മിന് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. സോ അപ്പോൾ അത് പറയാനാണ് ആക്ച്വലി ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്കറിയാം സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം എന്തിനാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം ഞാൻ പറഞ്ഞാൽ മതി. എന്നെ ഇപ്പം മറ്റേ എന്താ പറയുക, ജാസ്മിൻ മൂട് താങ്ങി എന്തോ ഒരു കമൻറ്റ് ഉണ്ടെന്ന് പറയും, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിലേക്ക് റിയാക്ട് ചെയ്യുന്നത് വിചാരിച്ചു, എന്തിനാണെന്ന് വിചാരിച്ചിട്ടാണ് റിയാക്ട് ചെയ്യാത്തത്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി റിയൽ പരിപാടിയാണല്ലോ. ഇതിൽ ഞാൻ എൻ്റെ ചെറിയ ഒരു ധാരണ വെച്ചിട്ടുള്ളൊരു കാര്യം പറയാം. ഈ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഈ ഗ്യാങ്ങുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 5 പേരൊരു ടീം, അവർ 5 പേരൊരു ടീം, അവരവരുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതൊന്നും ഡയറക്റ്റായിട്ട് കാണിക്കില്ലെങ്കിലും അവരുടെ വീഡിയോസിൻ്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ സമ്മറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും. അതായത് അവർ എങ്ങോട്ടാണ് ഇത് ലക്ഷ്യം വെക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പം ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് വിവിയുടെ സംഭവങ്ങൾ അങ്ങോട്ട്, വിവിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ളത് ഇങ്ങോട്ട്, റോബിന് എഗൻസ്റ്റ് ആയിട്ടുള്ളത് അങ്ങോട്ട്, റോബിനെ അനുകൂലിക്കുന്നത് ഇങ്ങോട്ട്, അതിൻ്റെ ഇടയിൽ ഒലീവിയ, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ പുറകിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ മുമ്പും എപ്പോഴും എൻ്റെ പോഡ്കാസ്റ്റിലൂടെയും അതുപോലെ തന്നെ റേഡിയോയിലുണ്ടായിരുന്നപ്പോഴും ഒക്കെ പറയാറുള്ളൊരു കാര്യമാണ്. ഇത് ഒരു ഇൻ്റർനെറ്റിൽ നമ്മുടെ ഈ സെർച്ച് എഞ്ചിൻ്റെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഉണ്ടല്ലോ, ഇതുപോലെയാണ്. പല അഭിപ്രായങ്ങൾ സാധനങ്ങളൊക്കെ വരും. ഇതെല്ലാം സത്യമാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഗൂഗിളിൽ പോലും നമ്മളൊരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന
ഒത്തിരി കാര്യങ്ങളിൽ പല കാര്യങ്ങളിലും എന്താ പറയുക പല 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 വ്യത്യാസങ്ങളുണ്ടാവും. ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മളൊരു സമ്മറി ഉണ്ടാക്കിയിട്ട് ഓക്കെ ഇങ്ങനെ ആയിരിക്കാം സംഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ പറഞ്ഞു, ഇപ്പം ഒരു മൂവിയോ റിവ്യൂയെ കുറിച്ച് ഒരാൾ പറഞ്ഞു അയാൾ പറഞ്ഞാൽ പിന്നെ അത് സത്യമായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരേക്കും അയാളുടെ മിസ്റ്റേക്കാണ്. പക്ഷെ എന്നാൽ പരിധിയിൽ കൂടുതലായിട്ട് അയാളെ വിശ്വസിക്കുന്ന നിന്നിലാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആൻഡപ്പൻ ടോക്കീസ് വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് RJ ആൻഡപ്പൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊന്ന് DM ചെയ്യാവുന്നതാണ്, ഓർ താഴെ കമൻ്റ് ആയിട്ട് ഇടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി വിഷ് ചെയ്തുകൊണ്ട് ബൈ.